അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പോ ഇവിടെ 2-3 സബ്ജക്റ്റിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇതില് വെൽഫെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജുകളിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകരും ഇതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെസിഫൈഡ് ആയ ടോപ്പിക് ഓറിയന്റഡ് ആയ സിലബസ് ഓറിയന്റഡ് ആയ ഒരു സംസാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലൈഫ് സ്കില്ലൊക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ സ്കില്ല് അതിന്റെ ഒരു പരിശോധന നടത്താൻ വേണ്ടിയിട്ടും പിന്നെ ആ സ്കില്ല് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ചില ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അരമണിക്കൂർ സംസാരിക്കും. അതിന് ശേഷം ചർച്ചകളാണ്. നിങ്ങളുടെ കോളേജിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതും, അതേപോലെ ആശങ്കകൾ ഉണ്ടെങ്കിൽ പല ആളുകളുണ്ടല്ലോ, അപ്പൊ ആശങ്കകളുടെ പരിഹരിച്ച പരിഹാര മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാനും പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്കില്ല് ഒരു നിലക്കും നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയ അല്ലെങ്കിൽ സിലബസ് ഓറിയന്റഡ് ആയ ഒരു കാര്യമല്ല നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പ്രാക്ടിക്കലി പക്ക 100% പ്രാക്ടിക്കലായിട്ട് കുട്ടികൾക്കുള്ളിൽ ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് ഈ നമ്മൾ ഈ ചാപ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും അത് വെക്കാനുള്ള പ്രത്യേക ഒരു കാരണം, നമ്മുടെ സ്ഥാപനത്തിലുള്ള കുട്ടികളും നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള കുട്ടികളെയും അതേപോലെ അടുത്തതാണ് കൂടെയുള്ള അപ്പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭൗതിക സ്ഥാപനത്തിന്റെ കുട്ടികളെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാനത് ചർച്ച രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇടപെടണം. നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഭൗതിക സ്ഥാപനത്തിലെ കുട്ടികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വ്യത്യാസങ്ങൾ എന്തെന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് മൈക്കോണാക്കി പറഞ്ഞോളൂ. എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചാൽ മതിയല്ലോ. ഓക്കെ, ആരും ലൈവിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഞാൻ തന്നെ പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇപ്പോ ദാറുൽ അല്ലെങ്കിൽ ഇത്തരം മതഭൗതിക വിദ്യാഭ്യാസ ഇതൊക്കെ കൊടുക്കുന്ന നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് വെച്ചാല് പല കാര്യങ്ങളും പറയാനും ചെയ്യാനും മുന്നോട്ട് വരാനുള്ള സ്കില്ല് നമ്മുടെ കുട്ടികൾക്കുണ്ട്. അതിനുള്ള പ്രാക്ടീസുകൾ കൊടുക്കുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അതില്ല എന്നുള്ളതാണ്. ഞാനൊരു ഭൗതിക സ്ഥാപനത്തിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ കമ്പാരിസൺ നടത്താൻ പറ്റും. ഓക്കെ, അവര് ഒരു നിലക്കും ഇത്തരം നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് പോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ അവർക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം അവര് മറ്റിടങ്ങളിൽ വെറും സിലബസ് ഓറിയന്റഡ് ആയ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗം മാത്രമായിട്ടാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോവുക. ശരിക്കും വിദ്യാഭ്യാസത്തിൽ ലക്ഷീകരിക്കുന്ന 4 ഡെവലപ്മെന്റുകൾ ഉണ്ട്. അതിൽ ഒരു ഡെവലപ്മെന്റ് മാത്രമാണ് സിലബസ് ഓറിയന്റഡ് ആയ പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള 3 ഭാഗങ്ങൾ ആർജിച്ചെടുക്കല് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഒന്നുകിൽ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ മൂലം അല്ലെങ്കിൽ സ്റ്റാഫ് ഇനീഷ്യേറ്റീവ് മൂലമോ അല്ലെങ്കിൽ ഇത്തരം ലൈഫ് സ്കില്ല് പോലെയുള്ള പദ്ധതികൾ മൂലമോ മറ്റു ഇടപെടലുകളിലൂടെയാണ് കുട്ടികൾ നേടിയെടുക്കുക. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പൂർണ്ണമായ എഡ്യൂക്കേഷന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നടപ്പിലാകുള്ളൂ. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കൊഗ്നിറ്റീവ് മാത്രമാണല്ലോ. അല്ലാതെ 3 ഡെവലപ്മെന്റുകൾ കൂടി ഉണ്ട്. ഒന്ന് സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ്. സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ് ആത്മീയമായ ഡെവലപ്മെന്റ് അല്ല. സ്പിരിച്വൽ എന്ന് പറഞ്ഞാല് സ്പിരിറ്റ്, ആത്മാവിലെ സ്വന്തത്തെ തിരിച്ചറിയലാണ് സ്പിരിച്വൽ ഡെവലപ്മെന്റ്. ഇത് ഭൗതികമായ അർത്ഥത്തിലുള്ള ഒരു സാധനമാണ്. ഒരു മനുഷ്യന് അയാൾ ഏത് നിലയിൽ നിൽക്കുന്നു, അയാളുടെ ഇപ്പോഴത്തെ ലെവൽ എന്ത്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ത് എന്നുള്ള തിരിച്ചറിവിനാണ് ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. അത് സ്കാൻഡിനേവിയൻ കൺട്രികളിലൊക്കെ ഒരു കുട്ടി 5 വർഷത്തിന്റെ കോഴ്സിന് ശേഷം അവര് അപ്ലൈ ചെയ്യാം. പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തും. ലെവൽ ടെസ്റ്റുകൾ, ലാംഗ്വേജ് ആണെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ്, സ്കിൽ ആണെങ്കിൽ സ്കിൽ ടെസ്റ്റുകൾ. അങ്ങനെ ഓരോ കുട്ടിയെയും വ്യത്യസ്തമായ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ആ കുട്ടിയെ ക്ലാസിഫൈ ചെയ്യാണ്. എന്നിട്ടാണ് ഡിവിഷനൊക്കെ തീരുമാനിക്കാറുള്ളത്. അപ്പൊ അതാണ് സ്വന്തത്തെ അറിയുക. എന്റെ കഴിവ് എന്ത്, ഇതെനിക്ക് പറ്റാത്തതാണോ എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്താറുണ്ട്. മറ്റുള്ളവർക്ക് അത് കിട്ടി, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എന്റെ പ്രായത്തിലുള്ള അയാൾക്ക് അത് കിട്ടി, അപ്പോൾ എനിക്കും പറ്റും എന്ന തോന്നലിലേക്ക് പലപ്പോഴും അബദ്ധമായ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്.
അപ്പൊ അത് ആ സ്കില്ല് അയാൾക്കുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ സ്വന്തമായ സ്കില്ല് അല്ലെങ്കിൽ സ്വന്തമായ കഴിവ്, ഞങ്ങളുടെ ലെവല് തിരിച്ചറിയാനുള്ള സംഗതിയാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. പണ്ടൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ബ്രിട്ടീഷുകാരുടെ ഈ ഹയർ എഡ്യൂക്കേഷൻ സംവിധാനത്തിലൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ട്. 1902 നിയമിതമായ സാഡ്ലർ കമ്മീഷൻ ഉണ്ട്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ലെവലുകളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷന്. അപ്പൊ സാഡ്ലർ കമ്മീഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, 6 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നീട് ആ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ഫസ്റ്റ് പ്രൈമറി ഘട്ടങ്ങളിൽ 6 വർഷം പ്രൈമറി ഘട്ടമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ്, ഒരു കാര്യമാണ്. ആ 6 വർഷത്തിന് ശേഷം പിന്നീട് കുട്ടികളെ തീരുമാനിക്കേണ്ടത്, കുട്ടികളെ ക്ലാസിഫൈ ചെയ്യേണ്ടത് അവരുടെ കഴിവ് ബേസ്ഡ് ആക്കിയിട്ടാണ്. ഭാവിയിൽ ഇതേപോലെ റിസർച്ച് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാത്ത കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ വൊക്കേഷണൽ ആയ ട്രെയിനിങ്ങുകളും വൊക്കേഷണൽ ആയ എഡ്യൂക്കേഷൻസ് മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒരു സംബന്ധം 100 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ സാഡ്ലറൊക്കെ മുന്നോട്ട് വെച്ച ആശയമാണ്. അപ്പൊ യൂറോപ്യൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് അത്. സ്വന്തത്തെ തിരിച്ചറിയാനുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം സ്കില്ല് ഇതുവരെ ഐഡന്റിഫൈ ചെയ്ത്, ഞാനിപ്പോ ഈ കൂട്ടത്തിൽ ടീച്ചർമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ടെസ്റ്റ് വഴിയോ നിങ്ങളുടെ സ്കില്ല് എന്ത് എന്നോ പലരും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും, ഇല്ലേ? എല്ലാവരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാവരും സ്വന്തം സ്കില്ല്, എന്റെ സ്കില്ല് ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവരാണോ? സ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പല ടൂളുകളുണ്ട്. അധിക പേരും ആയിരിക്കും. ഞാൻ ഇതേപോലെ പലയിടത്തും ചോദിച്ചതാണ്. അപ്പൊ അധ്യാപകരായ പ്രമുഖരായ ആളുകൾ പോലും, സ്കില്ലുള്ള ആളുകൾ പോലും ഇതാണ് എന്റെ സ്കില്ല് എന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ സ്കില്ലില്ലാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ഒരുപാട് സ്കില്ലുണ്ടാവും. പിന്നെ അവർ കണ്ടെത്തും. അപ്പൊ അത് കണ്ടെത്താനുള്ള ഒരു ആവശ്യം നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. ഇതിൽ വെൽഫെയർ കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു സംഗതിയാണ് കുട്ടികളുടെ സ്കിൽ ടെസ്റ്റ് നടത്തുക. ഇന്നത്തെ കാലത്ത് സ്കിൽ ടെസ്റ്റ് നടത്താനൊക്കെ സിമ്പിൾ ആണ്. AI ഒക്കെ വന്നതുകൊണ്ട് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ PI എന്ന് പറയുന്ന സാധനം ഉണ്ട്. അല്ലെങ്കിൽ ഒന്നുമില്ല, സാധാ ChatGPT ഉപയോഗിച്ചാൽ പോലും നമുക്ക് നല്ല പ്രോംപ്റ്റ് കൊടുത്താൽ സ്വന്തം സ്കില്ല് കണ്ടെത്താൻ പറ്റും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും സ്കില്ലിട്ട് കണ്ടെത്താൻ പറ്റുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ സ്കില്ലുകൾ ചെറുപ്പത്തിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ വലിയ കുട്ടികളാണ്, അപ്പൊ അവര് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ആദ്യ 6 മാസത്തിന്റെ ഉള്ളിലൊക്കെ അവരുടെ സ്കില്ല് നിർബന്ധമായും കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിലക്കും എന്റെ സ്കില്ലിനോട് മാച്ച് ആവാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ ഇങ്ങനെ 5 വർഷങ്ങളോ 6 വർഷങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഏറ്റവും ബേഷ്യലായിട്ട് എലമെന്ററി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സ്കിൽ ടെസ്റ്റ്. അത് കുറച്ചും കൂടി 1-2 വർഷം കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് ഒക്കെ നടത്താം, എന്നിട്ട് കുട്ടികളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഡെവലപ്മെന്റ് ആയിരിക്കും. അപ്പൊ അതാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തെ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ പാർട്ട് അത് ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ്, സ്വന്തത്തെ അറിയാന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഡെവലപ്മെന്റ് അത് ബിഹേവിയർ ആണ്, ഇമോഷണൽ ഇന്റലിജൻസ് ആണ്, അല്ലെ? ഇതൊക്കെ യൂറോപ്പ് സിലബസിലൊക്കെ ഉൾപ്പെടുത്താറുണ്ടെന്ന് പറയാറുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഒരാൾ ആതിഥ്യം പറ്റാതെ എങ്ങനെയാണ് പാരന്റ്സിനോട് ഡീൽ ചെയ്യേണ്ടത്, റെസ്പെക്ട് എങ്ങനെ കൊടുക്കണം, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഈ ഇമോഷണൽ ആയ കാര്യങ്ങളൊക്കെ സിലബസിന്റെ ഭാഗമായിട്ട് അവർ ഉൾപ്പെടുത്താറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കും ഈ ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ അത്തരം അറ്റാച്ച്മെന്റുകളൊക്കെ ഉള്ള, കൂടെയുള്ളവനെ പരിഗണിക്കാനും മറ്റുള്ളവനെ ഈ എമ്പതിയും സിമ്പതിയും ഒക്കെ കാണിക്കാനും തുടങ്ങിയ ആശയങ്ങളൊക്കെ വിനിമയം ചെയ്യാനും നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താനും നല്ല ഗുഡ് ലിസണേഴ്സ് ആകാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം, അല്ലെ? അത് ഉണ്ടാകാനുള്ള പദ്ധതികൾ സിലബസിന്റെ ഭാഗമായിട്ട് എന്തായാലും ഇല്ല. അപ്പൊ അത് നമ്മുടേതായ റിസ്കിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പൊ ഇത്തരം ലൈഫ് സ്കില്ലുകളുടെ ഭാഗമായി വരുമ്പോൾ തന്നെ ആശയങ്ങൾ ഉൾപ്പെടുത്തി ആഡ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ഈ ഒരു സിലബസ് നമ്മൾ കഴിഞ്ഞ തവണ അനലൈസ് ചെയ്തപ്പോൾ അതിന്റെ ആക്ടിവിറ്റീസുകളൊക്കെ കുറവാണെന്ന് ടീച്ചർമാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു. അത് കൂട്ടുന്നുണ്ട്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടേതായ പല ആക്ടിവിറ്റീസുകളൊക്കെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുക. നാലാമത്തെ ഡെവലപ്മെന്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഫിസിക്കലായ ഡെവലപ്മെന്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷന് സിലബസിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലായി അവരുടെ ബയോളജിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാന്നുള്ളത്. അപ്പൊ അതിൽ ഈ 3 കാര്യങ്ങളും നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല. ആ 3 ഭാഗങ്ങളിൽ 2 ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്, പ്രത്യേകിച്ച് സ്കിൽ ഓറിയന്റഡ് ആയ സാധനവും അതേപോലെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള കുട്ടികളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ സ്കില്ലിന്റെ വിഷയത്തിൽ കുറച്ചും കൂടി
മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഈ ലൈഫ് സ്കില്ലിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പിന്നെ ഈ സ്കില്ലുകള് നമ്മൾ പറയുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് ആ സ്കിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഉണ്ടാവില്ല. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും വ്യത്യസ്തരാണെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കില്ല് എല്ലാവർക്കും വേറെയാണ്. ഇതിന് മറ്റൊരു പറയാറുള്ളത്, ലോകത്ത് ഒരാൾക്കും ഒരു സ്കില്ലും ഇല്ലാത്ത ആളില്ല എന്നുള്ളതാണ്. ഒരു സ്കില്ലും ഇല്ലാത്ത ആളില്ല, എല്ലാവർക്കും സ്കില്ലുണ്ട്. പക്ഷെ അധിക പേരും ആ സ്കില്ല് എന്ത് എന്ന് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അത് കണ്ടെത്താനുള്ള വലിയ ടാസ്ക്കാണ് അല്ലെ. ചിലപ്പോ കമ്മ്യൂണിക്കേഷൻ, ഈ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ഫിലോസഫിക്കലായ ഒരു പോയിന്റ് ഉണ്ട്, അത് അംഗീകരിച്ച ഫിലോസഫി ഒന്നല്ല. ശരിക്കും ഈ ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അല്ലേ. ടൈം വേസ്റ്റ് ആവാന്നുള്ള പരിപാടി ഉണ്ടോ? നമ്മളിപ്പോ ഒരാളോട് എപ്പോഴാണ് വെറുതെ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാന്ന് പറയാ? അവര് രണ്ടുപേരും തമ്മിൽ വർത്താനം പറയുമ്പോൾ വെറുതെ വർത്താനം പറഞ്ഞ ടൈം വേസ്റ്റ് ചെയ്യാണോ എന്ന് ചോദിക്കും. അവിടെ ശരിക്കും ടൈം വേസ്റ്റിംഗ് ആണോ? അല്ലെങ്കിൽ വെറുതെ പുസ്തകമൊന്നും ഇല്ലാതെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളെ നോക്കിയിട്ട് നമ്മൾ പറയും അയാൾ വെറുതെ ആകാശത്തേക്ക് തൊള്ളിയും പൊളിച്ചിരിക്കുകയാണെന്ന് പറയും. അത് ശരിക്കും ടൈം വേസ്റ്റിംഗ് ആണോ? ഇതൊക്കെ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞ ആശയം. എന്ന് വെച്ചാല് നമ്മളിപ്പോ പരസ്പരം സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനോ മറ്റുള്ളവരെ കേൾക്കാനുള്ള ലിസണിങ് സ്കില്ലുകൾ, എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വെറുതെ നോക്കിയിരിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, അവന്റെ വിഷൻ വർക്ക് ചെയ്യാണ് അല്ലെ. വിഷ്വലൈസേഷൻ ഓൾറെഡി നടക്കുകയാണ്. ചില ആൾക്കാരൊക്കെ ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ തിരൂരിൽ നിന്ന് ബസ് കയറി കോഴിക്കോട് എത്തുമ്പോഴേക്കും അയാള് ഏതൊക്കെയോ ലോകത്ത് സഞ്ചരിച്ച് ഒരുപാട് കാര്യങ്ങൾ അയാളുടെ മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും. അയാൾക്ക് നല്ല വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരാളിങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മള് പറയോ വെറുതെ കളിച്ച സമയങ്ങളാണെന്ന് ചില പേരൻസ് പറയുമല്ല, ചില ആളുകൾ പറയും. അത് ശരിക്ക് ഒരു ടൈം വേസ്റ്റിംഗ് ആണോ കളി? ഒരിക്കലല്ല അല്ലെ. ഫിസിക്കൽ ഇന്റലിജൻസ് ഉണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് പറയാറുള്ളത്. കാരണം മറ്റുള്ളവന്റെ കാലിൽ നിന്ന് സ്വന്തം ടീമുകാരന് മാത്രം പാസ് ചെയ്യുകയും മറ്റുള്ളവന്റെ കാലിൽ നിന്ന് ബോൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സ്കില്ലുള്ള ആളുകളാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ. അപ്പൊ അത്തരം ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും ഈ നല്ല പ്ലേയേഴ്സുകളൊക്കെ. അപ്പൊ ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അല്ലെ. ഇതാണ് ബെസ്റ്റ്, അത് ബെസ്റ്റ് അല്ല എന്നുള്ള പ്രയോറിറ്റൈസേഷനും ഇല്ല. ഒന്നും ഏത് നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഗതികൾ അവനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന, അവന്റെ കഴിവിനെ മികച്ചതാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും. അപ്പൊ അത് ഒരു 75% ആളുകളും കണ്ടെത്തുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പൊ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിന് വേണ്ടത് ഞാൻ പറഞ്ഞു, സ്കിൽ ടെസ്റ്റ് നടത്താം. സ്കിൽ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് എല്ലാ സ്ഥാപനങ്ങളിലും MI ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം. MI ടെസ്റ്റ് അത് പല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടും. കാരണം ഒരു ടീച്ചർക്ക് തന്നെ അത് അത്യാവശ്യമാണ് അല്ലെ. നിങ്ങൾ മൈക്കോണാക്കി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവരും സൈക്കോളജി അറിയുന്ന ആളുകളാണ്, ലൈഫ് സ്റ്റൈൽ എടുക്കുന്നത്, ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഒക്കെ നിങ്ങൾ കേട്ടവരാണ്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ 9 തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. നിങ്ങളിപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്നു എന്ന് വിചാരിക്കാം. ഈ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ 9 തരത്തിലുള്ള കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുക? അങ്ങനെ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ലെസൺ പ്ലാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന 9 തരത്തിലുള്ള ഈ കുട്ടികളെ ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്ന ഒരു ചിന്ത ഇതുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ആരും പറയുന്നില്ല. അതിന് പേര് വിളിക്കണോ? ഓക്കെ, പോട്ടെ. അപ്പൊ ശരിക്കും അങ്ങനെയാണുള്ളത്. ഒരു ക്ലാസ് റൂമിലേക്ക് ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. അല്ലാതെ വെറുതെ ഞാൻ ഇത് പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ എഴുതി കൊടുക്കണമെന്നല്ല ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ എന്റെ ക്ലാസ്സിലെ എല്ലാ തരത്തിലുള്ള വ്യത്യസ്തമായ സ്ഥലത്ത്, വ്യത്യസ്തമായ ഉമ്മയുടെ അടുത്തിൽ നിന്ന് വരുന്ന, വ്യത്യസ്തമായ കൾച്ചറിൽ നിന്ന് വരുന്ന, വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അതിനേക്കാൾ അപ്പുറത്ത് വ്യത്യസ്തമായ ഇന്റലിജൻസ് കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും എന്നൊരു തിരിച്ചറിവിലാണ് ഒരു അധ്യാപകൻ ലെസൺ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ ചോക്ക് ഉപയോഗിക്കേണ്ടി വരും. ചോക്കൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിച്ച് പറയുമ്പോഴായിരിക്കും ഈ വിഷ്വൽ ഇന്റലിജൻസ് ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുക.
വെറുതെ ഇങ്ങനെ സംസാരിച്ചാലേ ചിലപ്പോൾ അത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കുറച്ചും കൂടി അയാളുടെ ഉദാഹരണമൊക്കെ പറയുമ്പോൾ ഈ നാച്ചുറൽ ഇന്റലിജൻസ് ആളുകൾക്ക് മനസ്സിലാകും അല്ലെ. ആക്ഷനൊക്കെ കാണിച്ചാല് അത് കിനസ്തെറ്റിക് ഇന്റലിജൻസിലെ ആൾക്ക് മനസ്സിലാകും. ഒരാളെ പേരൊക്കെ വിളിച്ച് അയാളെ ഒന്നിങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിലെ ആൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ആളുകളെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണം. ഈ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ സ്കില്ലുള്ളത് എന്നാണ്. എന്ന് വെച്ചാൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ട ജോലികൾ, സ്കില്ലുകൾ അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സൈക്കോളജിയിൽ ഉള്ള സംഗതികളാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് MI ടെസ്റ്റ്. MI ടെസ്റ്റ് നടത്തിയിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഈ സ്കിൽ ടെസ്റ്റ്. ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഒരു കുട്ടി വന്ന് 6 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നടത്താൻ ശ്രമിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ സ്കില്ലൊക്കെ കണ്ടെത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ കണ്ടെത്താൻ നമ്മുടെ സംവിധാനത്തിൽ നമ്മൾ ഇപ്പൊ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് മെന്ററിങ് സംവിധാനമാണ് അല്ലെ. മെന്ററിങ് പലയിടത്തും നടത്തുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ പലയിടങ്ങളിലും എന്നല്ല, ഒരു 90% സ്ഥലങ്ങളിലും മെന്ററിങ് സിസ്റ്റം ശക്തമല്ല എന്നല്ല, വിജയകരമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും ഈ മെന്ററിങ് വിജയകരമല്ലാത്തത്? നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കുക. അവിടെ വിജയകരമല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഈ മെന്ററിങ് സംവിധാനം വിജയകരമാകാത്തതിന്റെ കാരണം? ആരെങ്കിലും ഒന്ന് പറയൂ. അസ്മ അഷ്റഫ് ലൈവിലുണ്ടോ? ഓക്കെ, നിങ്ങളെ സ്ഥാപനത്തിൽ മെന്ററിങ് ഉണ്ടോ? നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മെന്ററിങ് സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? പോയി. ആയിഷ പറഞ്ഞോളൂ. അത് സക്സസ് ആണോ? മെന്ററിങ് സംവിധാനം ഉണ്ട്. സക്സസ് ആണോ അത്? സക്സസ് ആണ്, വളരെ സക്സസ്. ഓക്കെ, അപ്പോ ഈ കുട്ടികളുടെ സ്കില്ലുകളൊക്കെ കണ്ടെത്താനുള്ള മെത്തേഡുകളൊക്കെ ഈ മെന്ററിങ്ങിലൂടെ അവിടെ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് പറയോ, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. 2 വീക്സിലെല്ലാം ഇതാകുമ്പോ നമ്മള് ജസ്റ്റ് ഒരു ക്ലാസ് കൊടുക്കും അവർക്ക്. അവർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ നിങ്ങളിപ്പോ ഉദ്ദേശിച്ച സ്കിൽ ഡെവലപ്മെന്റ് എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ പ്രോഗ്രാംസ് ഓരോ കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താൻ വേണ്ടിട്ട് അവർക്ക് പ്രത്യേക പ്രോഗ്രാം സെലക്ട് ചെയ്യും. അതിനുവേണ്ടി അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കും. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കും, അതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കും. അവർക്ക് ഓരോ പ്രോഗ്രാം കൊടുത്തിട്ട് അവരുടെ സ്കിൽ എന്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് വളരെ സക്സസ് ആണ്. ഓരോരുത്തരെയും കഴിവ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ വിജയിപ്പിച്ച സ്ഥാപനങ്ങളുണ്ട്. ഒരാളോട് ചോദിക്കാം, ആയിഷ റിഫാഖാന്റെ സ്ഥാപനം. ആയിഷ റിഫാഖ മേഡം, സോറി മിസ്സാണ്, ഞാൻ കുട്ടികളാണല്ലോ പേര് വിളിച്ചു പോയതാണ്. സോ ലൈവിലില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ മെന്ററിങ് സംവിധാനം കൃത്യമായിട്ട് നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തലായിരിക്കും ബെസ്റ്റ്. അപ്പൊ ഓരോ മെന്റർക്കും ഇതിന് ഭയങ്കര ക്ഷമ ആവശ്യമുള്ള സാധനമാണ്. കാരണം ചിലപ്പോൾ ചില ആൾക്കാർ അതൊന്നും ചിലപ്പോൾ അയാളെ പ്രകടിപ്പിക്കുന്ന ഒന്നായിരിക്കും, പക്ഷെ ആ സ്കില്ല് അയാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അയാളെ ഇൻട്രസ്റ്റ് വേറെയാണ്, സ്കില്ല് വേറെയാണ്. ചിലപ്പോൾ അയാൾ വേറെ ആരെങ്കിലും കണ്ടിട്ട് പ്രഭാഷകനാകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തുകാരനാകാനോ ഒക്കെ ആയിരിക്കും താല്പര്യം ഉണ്ടാവും. അത് അയാളെ താല്പര്യമാണ്, പക്ഷെ അയാൾക്ക് ഒരു നിലക്ക് ആ സ്കില്ല് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും, നമുക്ക് തോന്നിയിട്ടുണ്ടാവും അയാൾക്ക് ആ സ്കില്ല് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതായിരിക്കില്ല, അതിനേക്കാൾ ബെസ്റ്റ് ആയ ഒരു ഹിഡൻ ആയ സ്കില്ല് ഒരാൾക്ക് ഉണ്ടാവും. അപ്പൊ അത് ഒരുപാട് നല്ല ഇൻഡെപ്ത് കമ്മ്യൂണിക്കേഷൻ, ഒരു ടീച്ചർ ഫ്രണ്ട്ലി ടോക്കിങ്ങിലൂടെ ഒക്കെയാണ് അത്തരം ആ സ്കില്ലുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മെന്ററിങ് സംവിധാനം വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഈ ചില നമ്മുടെ കുട്ടികൾ പറയാൻ പ്രശ്നങ്ങളുണ്ട് മെന്ററിങ്ങിൽ. ഞാൻ ഇവിടെ വെൽഫെയർ കോർഡിനേറ്ററും കൂടി ഉണ്ടായതുകൊണ്ട് അത് സൂചിപ്പിക്കുകയാണ്. സ്കില്ലുമായി ബന്ധപ്പെട്ടതല്ലാന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ സംഗതികളായിരിക്കും. ഇപ്പൊ ഈ അടുത്ത് എന്റെ 2-3 മെന്റിമാര്
ഈ കുറെ വലിയ പ്രശ്നങ്ങളാണെന്നല്ല പറഞ്ഞത്, പല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരിതുവരെ ഉന്നയിക്കാത്ത ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. ആ സിമ്പിൾ കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് കിട്ടിയാൽ മതി. ചിലപ്പോൾ ഒരു പുഷിങ് ആവശ്യം ഉണ്ടാവുള്ളൂ. അല്ല, അത് മെന്ററിന്റെ പക്കൽ നിന്ന് കിട്ടണമെന്നില്ല, ആരുടെ പക്കൽ നിന്നായാലും. ഇപ്പൊ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര സ്കില്ല് ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്, നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തത് നിങ്ങൾ അതേപോലെ പ്ലാൻ ചെയ്തുകൊണ്ടായതാണോ? ഒരിക്കലും അല്ല. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ആരുടെയെങ്കിലും വാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് നമ്മൾ അതിനെ പിടിച്ച് തൂങ്ങിയതാണ്. ഓക്കെ, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഉദവിയാണ്, പ്രമുഖനായ എണ്ണപ്പെട്ട 4 അറിയുന്ന ഒരു ഉദവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഗതി ഉണ്ട്. അദ്ദേഹം ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 3ാം ക്ലാസ് ലെവല്, ഇപ്പത്തെ അറുപതില് 3ാം ക്ലാസ് ലെവല്, സ്കൂൾ ലെവൽ 8ാം ക്ലാസ് ആണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് പണ്ടൊക്കെ എല്ലാവരുടെ കയ്യിലും ഡിക്ഷണറികളൊന്നും ഇല്ല. ഇന്ന് ഡിക്ഷണറി, ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം എല്ലാവരുടെ പക്കലും ഈ ഓക്സ്ഫോർഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് ക്ലാസ്സിൽ പബ്ലിക് ആയ ഒരു ഡിക്ഷണറി ഉണ്ട്, പേഴ്സണൽ ആയിട്ട് ആരുടെ അടുത്തും ഓക്സ്ഫോർഡ് ഇല്ല. അപ്പൊ അങ്ങനെ ഇവന്റെ ഉപ്പ ഗൾഫിൽ നിന്നിട്ട് വന്ന സമയത്ത് ഇവനക്കൊരു സമ്മാനമായിട്ട് ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി വാങ്ങിക്കൊടുത്തു. വളരെ ബാക്ക്വേർഡായ, വലിയ കഴിവൊന്നും ഇല്ലാത്ത, ആരും ഇതുവരെ ഒരു പരിപാടിക്കും പേരൊന്നും കൊടുക്കാത്ത, ഒന്നിൽ പങ്കെടുക്കാത്ത അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഡിക്ഷണറി കിട്ടിയ സമയത്ത് ആരോ കളിയാക്കാൻ വേണ്ടിയിട്ട് അവനെ ഒരു ഗ്രൂപ്പിലെ ആക്ടിവിറ്റിയില്, ആരാണ് ഇംഗ്ലീഷിൽ പരിപാടി ഉണ്ട്, അതില് ക്ലാസ്സിൽ നിന്ന് 2 പേര് വേണം, ആരാണ് തയ്യാറെന്ന് ചോദിച്ചപ്പോൾ ക്ലാസ്സിൽ നിന്ന് 2 പേരിൽ ഒരാള് ഇവന്റെ പേര് കൊടുത്തു. അവൻ കളിയാക്കി പറഞ്ഞത്, ഇവന്റെ അടുത്താണ് ഡിക്ഷണറി ഉള്ളത്, ഇവൻ ഇംഗ്ലീഷിൽ ഉഷാറാണ്, ഇവന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കളിയാക്കി കൊടുത്തതാണ്. അങ്ങനെ ഇവൻ അതിൽ പങ്കെടുത്തു. പക്ഷെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആദ്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് അവന്റെ പേര് പറയുകയും അതിൽ പങ്കെടുക്കാനൊക്കെ കിട്ടുകയും അതിന് കുറച്ച് ഓഡിയൻസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യാന്നുള്ളത് ഇവന്റെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയും അത് പിന്നീട് അവനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അത് മാസ്റ്റേഴ്സ് കഴിഞ്ഞു. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യങ്ങളൊക്കെ നടത്തി ഇന്നൊരു ഇന്റർനാഷണൽ സ്കൂളിൽ ഇതൊക്കെ ആയിട്ട് വലിയൊരു 4 ആൾ അറിയപ്പെടുന്ന, പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പണ്ടത്തെ ആലോചിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഫേമസ് ആയ ഒരാളാണ്. അല്ല, അപ്പൊ ചെറിയൊരു സ്പാർക്കാണ് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന. ശരിക്കും ഈ ടീച്ചിങ്ങിൽ ഉള്ളിലും ഓരോ ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കാവുന്നതാണ് അല്ലെ. ടീച്ചേഴ്സ് ആർ കിങ് മേക്കേഴ്സ് എന്നല്ലേ. ഒരുപാട് ഇത്തരം ആളുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അത്തരം സ്കില്ലഡ് ആയ ആളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഒരു വാക്ക് മതി, വെറുതെ പറഞ്ഞതായിരിക്കും. ഞാൻ വേറെ ഉദാഹരണം പറയാം, ആളെ പേര് പറയാം, ഡോക്ടർ മുസ്തഫ. ഇന്ന് ഫറൂഖ് കോളേജിലെ സോഷ്യോളജി വിഭാഗം അധ്യാപകനാണ്, തലവനല്ല, സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫേമസ് ആയ ഒരാളാണ് ഡോക്ടർ മുസ്തഫ. ഈ ഡോക്ടർ മുസ്തഫ മുമ്പ് പുത്തനത്താണി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമുണ്ട്, പുത്തനത്താണി ഗൈഡ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം. അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്. ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ്. പൊതുവെ ആ കോളേജുകളിലൊക്കെ വരാറുള്ളത് പുറത്ത് അഡ്മിഷൻ ഒന്നും കിട്ടാത്ത കോപ്പറേറ്റീവ് കോളേജാണ്. അപ്പോൾ മെറിറ്റ് ലെവലിൽ അഡ്മിഷൻ ഒന്നും കിട്ടാത്ത ആളുകളും പഠിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കോളേജിലേക്ക് അവൻ വരുന്നു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു. അവിടെ സോഷ്യോളജിയാണ് BA-ക്ക് കൊടുക്കുന്നത്, പിന്നെ ഉള്ളത് BCom ആണ്. അപ്പൊ അങ്ങനെ BA-ക്ക് ജോയിൻ ചെയ്യുന്നു. ആ സമയത്ത് ഒരു അധ്യാപകൻ വെറുതെ അവനോട് പറഞ്ഞതാണ്, നിനക്ക്, അയാൾ പിന്നീട് ഷെയർ ചെയ്തപ്പോ പറഞ്ഞ സംഗതിയാണ്, അയാൾ കരുതി കൂട്ടി അവനോട് പറഞ്ഞതല്ല, നിന്നെ കൊണ്ട് പറ്റും, അവന് കഴിവുള്ള ആളായത് കൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ ആ അധ്യാപകൻ വെറുതെ പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റും, നീ സോഷ്യോളജി ഒക്കെ നന്ന ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്, അത് കുറച്ചും കൂടി ഹയർ സ്റ്റഡീസ് ഒക്കെ പഠിക്കാൻ പറ്റും, ഫാറൂഖ് കോളേജിൽ PGക്ക് സീറ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി എഴുതി നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ജസ്റ്റ് ഒരു വെറുതെ ഒരു ടോക്കിങ്ങിൽ പറഞ്ഞതാണ്. ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ ആൾ സുലൈമാൻ മേപ്പത്തൂരാണ്, ഇന്നത്തെ സുലൈമാൻ സാർ അവിടെ ഉണ്ടായിരുന്ന. അപ്പൊ ആ ഒരു പുഷിങ് അവനെ വലുതായിട്ട് ഒരു സ്ട്രൈക്ക് ചെയ്യുകയും അങ്ങനെ പിന്നീട് PGക്ക് അഡ്മിഷൻ എടുക്കുന്നു ഫറൂഖ് കോളേജിൽ നിന്ന്. അവിടെ കുറച്ച് നല്ല മോട്ടിവേഷൻസ് ഒക്കെ കിട്ടി. അവനെ IFLU PhD ചെയ്യുന്നു. PhD കഴിഞ്ഞ് അതേ വർഷം തന്നെ ഫറൂഖ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഇന്റർവ്യൂ നടക്കാണ്. ജോയിൻ ചെയ്യുന്നു, ഗസ്റ്റ് ലെക്ചറായി, അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്യുന്നു. ഒരാളെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം നോക്കൂ, ചെറിയൊരു വാക്കുകളാണ്. അപ്പൊ ഇത്തരം നമ്മുടെ ഈ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് ആക്റ്റീവ് ഓറിയന്റഡ് ആയ സ്റ്റുഡന്റ് സെൻട്രിക് ആയ ലൈഫ് സ്കില്ലിന്റെ ക്ലാസ്സുകളിലൊക്കെ ഇത്തരം പുഷിങ്ങുകളും മോട്ടിവേഷൻസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മെന്ററിംഗ് ഒക്കെ നല്ലതേ പറ്റും. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്കിൽഫുൾ ആയ ആളുകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ടീച്ചേഴ്സ് എന്താവണം, ആദ്യം സ്കില്ലഡ് ആയിരിക്കണം. സ്കില്ലാണ് എല്ലാ സ്കില്ലും നമുക്ക് ഉണ്ടാവില്ല അല്ലെ. പ്രത്യേകിച്ച് ലൈഫ് സ്കില്ലൊക്കെ, സോഫ്റ്റ് സ്കില്ലുകളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കണം, പ്രഷർ ഹാൻഡിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ തന്നെ എങ്ങനെയാണ് ഭയങ്കര ക്ഷുഭിതനായ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ അത് നിലക്കും പ്രാക്ടിക്കൽ ആവില്ല അല്ലെ. സാധാരണ പറയുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു
മാനേജർ വളരെ സ്ട്രോങ് ആയിട്ട് തന്റെ കീഴിലുള്ള ജോലിക്കാരനോട് ചൂടാവുന്നു. അങ്ങനെ അയാൾ ആ ചൂടൊക്കെ കേട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ തന്നെ പുഞ്ചിരിച്ച് ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുമ്പിലിരിക്കുന്നു. എന്നിട്ട് അയാൾക്ക് ചായ കൊടുക്കാണ്. ചായ കുടിച്ചിട്ട് അയാൾക്ക് ചായ കുടിക്കാനുള്ള ഫീലിംഗ് ഒന്നുമില്ല. അയാൾ ആ മാനേജറുടെ പക്കൽ നിന്ന് കേട്ട ചൂടൊക്കെ അതിൽ നിൽക്കണം. ആ സമയത്താണ് ചായയിലേക്ക് എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ആ വൈഫിനോട് ചൂടാവുന്നു. വൈഫ് വളരെ ഹാപ്പി വന്ന മൊമെന്റ് ആണ്. അത് ഡൗൺ ആയ ദേഷ്യത്തില് ഉള്ളിലേക്ക് കടന്നു പോകുന്നു. കുട്ടി വരുന്നു. കുട്ടി അമ്മയെന്ന് വിളിച്ചിട്ട് വരികയാണ്. അപ്പൊ എന്തൊരു കാര്യം പറഞ്ഞു വന്നപ്പോ ആ കുട്ടിയോട് ചൂടാവാണ്. പിന്നെ ആ കുട്ടിക്ക് അപ്പൊ ദേഷ്യം, ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ട് ചിലപ്പോ എന്തിനാണ് അമ്മ എന്നോട് ചൂടായത് എന്ന്. പിന്നെ ആ കുട്ടി അപ്പുറത്ത് പോയിരിക്കുന്നു. ഒരു പൂച്ച കുട്ടിയുടെ മുമ്പിലേക്ക് കൂടെ കടന്നു പോവുകയാണ്. ആ പൂച്ചയെ കുട്ടി ഒറ്റ ചവിട്ട വിട്ടുന്നു. എന്നിട്ട് ചോദ്യം ഇതാണ്, ഈ പൂച്ചയെ ചവിട്ടിയത് ആരാണ് ശരിക്ക്? കുട്ടിയാണോ, കുട്ടിയുടെ അമ്മയാണോ, അതോ അച്ഛനാണോ, ആ അച്ഛനെ പ്രകോപിപ്പിച്ച മാനേജറാണോ? ആരാണ് ശരിക്കും ആ പൂച്ചക്ക് ചവിട്ട് കിട്ടാൻ കാരണമായത്? ഓക്കെ, അപ്പൊ ഇതാണ്, ആരും പ്രതികരിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ അല്ലെ. നമ്മുടെ പ്രഷറിങ് ഒക്കെ പലപ്പോഴും നമ്മൾ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ലൈഫ് സ്കില്ലൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വെൽഫെയർ ആയി ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകാറുള്ളത്. അപ്പൊ ആ അവസരത്തില് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക. നമ്മൾ ആ ഒരു സാധനം ശരിക്കും ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് ഓറിയന്റഡ് ആയാലും ഒരു അധ്യാപകൻ അങ്ങനെയാണെന്നുള്ള അയാൾ ഓൾറെഡി സ്വീകരിച്ചോളും. ശരിക്കും അധ്യാപകരെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ആവാറും ആവാതിരിക്കാറൊക്കെ. ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങളുടെ മുമ്പിൽ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ അല്ലെ. നിങ്ങളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കഴിവുകളോ നിങ്ങളുടെ പിന്നിൽ ഒരു സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുക്കാന് മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ച ഏറ്റവും മികച്ച ഒരു അധ്യാപകനെ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ മുമ്പിൽ പേപ്പറിൽ എഴുതി വെക്കാം. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കും. ഏറ്റവും ബെസ്റ്റ് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന, തന്നെ സ്വാധീനിച്ച അധ്യാപകൻ. ഒരു നിലക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകൻ ആയിരിക്കണമെന്നില്ല. അധിക പേർക്ക് അങ്ങനെ ആയിരിക്കില്ല. അവര് മികച്ച അധ്യാപകൻ എന്ന് പറഞ്ഞ അധ്യാപകൻ അയാളുടെ പെരുമാറ്റം കൊണ്ടോ, ഞാൻ ഇതേപോലെ കുറച്ച് പുതിയകളായി ടീച്ചേഴ്സായി വന്ന ആളുകളോട് ചോദ്യം ചോദിച്ചു. അപ്പൊ അതിൽ നിന്ന് ഒരാൾ പറഞ്ഞ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവനെ സ്വാധീനിച്ച ഏറ്റവും വലിയ അധ്യാപകൻ സ്വാധീനിക്കാൻ കാരണം അവൻ രോഗിയായി കിടന്ന സമയത്ത് അവന്റെ വിശേഷം എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാൻ ഇവനെ ഒരു തവണ അധ്യാപകൻ കാണാൻ വന്നു. ഹോസ്റ്റലിലാണ്, അധ്യാപകൻ കാണാൻ വന്നു. ആ ഒരു സംഭവം വളരെ ഇമ്പാക്ട് ആക്കുകയും പഠന സമയത്തും പഠനത്തിന് ശേഷവും വീണ്ടും ആ അധ്യാപകനോട് വളരെ കോണ്ടാക്ട് ആവുകയും വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ചെറിയൊരു കാര്യം ചെയ്തത് അല്ലെ. അപ്പൊ നമ്മുടെ മികച്ച പഠിപ്പിക്കുന്ന നല്ല ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ആയിക്കോളന്നില്ല സ്വാധീനിച്ച അധ്യാപകന്. നിങ്ങളെ സ്കില്ലിലേക്ക്, നിങ്ങൾക്കൊരു സ്കില്ല് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഉണ്ടാക്കാൻ നിങ്ങളെ സ്വാധീനിച്ചിട്ട് അധ്യാപകൻ ഉണ്ടാവും. ആ അധ്യാപകന്റെ 2-3 ക്വാളിറ്റീസ് ഒന്ന് മനസ്സിൽ ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇനി മിക്കവാറും എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതേ സംഗതികൾ ഞാനും ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എന്നെ ഇങ്ങനെയാക്കിയതിന്റെ പിന്നിൽ ഇന്നൊരു അധ്യാപകനുണ്ട്. അയാൾ ഇത്തരം ബിഹേവിയറലായി അല്ലെങ്കിൽ അയാൾ എന്നോട് ഇങ്ങനെ സമീപിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ഉണ്ടായത്. ഞാനും അതേപോലെ എൻ്റെ കുട്ടികളോട്, എൻ്റെ മക്കളോട്, എൻ്റെ വിദ്യാർത്ഥികളോട് പെരുമാറാറുണ്ടോ എന്നൊരു ആലോചന നടത്താം. ആ ആലോചന എല്ലാ ടീച്ചർമാർക്കും ഇടക്കിടക്ക് നല്ലതാണ്. നേരെ തിരിച്ചു ആലോചിക്കാം. തീരെ സ്വാധീനിക്കാത്ത, ഒരു നിലക്കും ഇമ്പാക്ട്ഫുൾ ആവാത്ത അധ്യാപകരുണ്ടാവും. അവര് എന്ത് കാരണം കൊണ്ടാണ് ഇമ്പാക്ട് ഉണ്ടാക്കാതിരുന്നത്, അത് ഞാനും ഉണ്ടാക്കില്ല എന്നൊരു ശബ്ദവും എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വലിയ തിയറിയുടെയോ പിന്നെ എഡ്യൂക്കേഷണൽ കോച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലൂടെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മെത്തേഡിലൂടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇതിന് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, നമ്മുടെ തലമുറയിലെ നമ്മുടെ ചിന്തക്കനുസരിച്ച് നമ്മളിതൊക്കെ ആലോചിക്കാം. അത് വലിയൊരു പ്രശ്നമാണ്. 2025 ശേഷമുള്ള ജനറേഷൻ വേറെയാണ്.
2012 ഇടയിൽ വേറെ ജനറേഷൻ വന്നു. നിങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ശേഷമുള്ള ഒരു 1-2 ജനറേഷന്റെ ഗ്യാപ്പ് നിങ്ങൾക്കിടയിലും നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് അവരുടെ കാലഘട്ടത്തിൽ നിന്നും അവരുടെ സർക്കംസ്റ്റൻസിൽ നിന്നായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലെ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സംഗതികളൊക്കെ അപ്ലൈ ചെയ്യിപ്പിച്ചല്ലേ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു, അവിടെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് പ്രായോഗികമായിക്കൊള്ളുന്നില്ല. ഇന്നത്തെ തലമുറക്ക് അവരുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമുക്ക് അവലംബിക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഞാനിങ്ങനെ നിങ്ങളാരും പ്രതികരിക്കാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഇതില്ല. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെൽഫെയർ കോർഡിനേറ്റേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലേ, ലൈഫ് സ്കില്ലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കണം അല്ലെ. അതാണല്ലോ വെൽഫെയർ കോർഡിനേറ്ററൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒരു ഹാപ്പി ക്യാമ്പസ്. എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾക്ക് വെറുപ്പില്ലാതെ മടുപ്പില്ലാതെ എപ്പോഴും വരാൻ തോന്നുന്ന, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരാതിരുന്നാൽ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിൽ, അയാളെ ക്ലാസ് മിസ്സായി എന്ന് തോന്നുന്ന രീതിയിൽ, ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ ടെൻഷൻ ആവുന്ന രീതിയിലേക്ക് കുട്ടികൾക്ക് മടങ്ങി വരാൻ എപ്പോഴും താല്പര്യം ഉണ്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ ക്യാമ്പസിനെ എങ്ങനെ ഒരു ഹാപ്പി ക്യാമ്പസ് ആക്കി മാറ്റും എന്നുള്ളതാണ് ഈ വെൽഫെയറിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ദൗത്യം അല്ലെ. അല്ലാതെ മറ്റേ ചാരിറ്റി ആക്ടിവിറ്റീസ് നടത്താറുള്ളതും അല്ലെങ്കിൽ പാവപ്പെട്ടവനെ സഹായിക്കുക എന്നുള്ള സാധാരണ വെൽഫെയർ അസോസിയേഷൻ അല്ലല്ലോ നമ്മുടെ സ്ഥാപനങ്ങളിൽ. നമ്മുടെ വെൽഫെയറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹാപ്പിനെസ് ക്രിയേഷൻ ആണ് അല്ലെ. എങ്ങനെ നമുക്ക് നല്ലൊരു ഹാപ്പി ക്യാമ്പസ് ഉണ്ടാക്കാൻ പറ്റും? ഞാൻ പറയുന്നില്ല, നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇത്തരം ഹാപ്പി ക്യാമ്പസ് സൃഷ്ടിക്കാൻ നടത്തിയ ഇന്നോവേറ്റീവായ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും എന്ന് പറയാം. ഓക്കെ, ആരും പറയുന്നില്ല. ഞാൻ 2-3 ആശയങ്ങൾ പറയാം. ഒന്ന്, അപ്രോച്ചാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായോ അല്ലെ. ഈ അപ്രോച്ചിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അപ്രോച്ചിന്റെ ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. പിന്നെ മറ്റൊന്ന്, ഈ കുട്ടികൾക്ക് ശരിക്ക് വീട്ടിൽ നിന്നുള്ള പേരൻസ് ചിലപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും കേട്ടോളൊന്നും അന്വേഷിച്ചോളൊന്നും. കാരണം പേരൻസ് നമ്മളെ പോലെ വിദ്യയുള്ള അല്ലെങ്കിൽ ട്രെയിനഡ് ആയ ആളുകളൊന്നും അല്ലല്ലോ. അപ്പൊ അവരോട് അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനോ അറിയാനോ അന്വേഷിക്കാനോ കൂടെ നിർത്താനോ പറ്റിയ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ. ആ ഒരു തരത്തിലേക്ക് അവരെ ഉൾക്കൊള്ളാനും കേൾക്കാനുമുള്ള ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ഒരു സമീപനങ്ങള്, അതാണ് നേരത്തെ പറഞ്ഞത്, ഈ മെന്ററിങ്ങിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് അല്ല. ആ കുട്ടിയെ അറിയുക, കുട്ടിയോട് ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെന്ററിങ്ങിന്റെ ഒക്കെ ലക്ഷ്യം. അത് ഉണ്ടാക്കിയെടുത്താൽ ഒരു പക്ഷെ വളരെ താല്പര്യത്തോടു കൂടെ വരാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, കുട്ടികൾ ഭയങ്കര പ്രഷറിങ് ഉണ്ട് കുട്ടികൾക്ക് അല്ലെ. പലപ്പോഴും താല്പര്യം സ്കൂളുകൾക്ക് വരാതിരിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവാറുള്ളത് ഒന്ന് ക്ലാസ് ബോറടിച്ചാൽ ചിലപ്പം വരാതിരിക്കാം. അതിനേക്കാൾ അപ്പുറത്ത് ഭയങ്കര ഓവറായ ആക്ടിവിറ്റീസ് ലോഡ് കൊടുത്ത് പ്രഷർ ചെയ്യിപ്പിച്ച് ആകെ ടെൻഷൻ അടിപ്പിച്ച് കൺസേൺ ആക്കിയിട്ട് അങ്ങനെയൊക്കെ മാറ്റും. പ്രത്യേകിച്ച് എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ പേടിപ്പിക്കും. അതിന് വേറെ പ്രശ്നം കൂടി ഉണ്ട്. ശരിക്കും നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാവും, എന്റെ റാങ്ക് മിസ്സാവോ എന്നുള്ള. നമ്മൾ റാങ്കിനൊക്കെ വളരെ ഓവറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ റാങ്കിന് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റാങ്കും നമ്മുടെ സ്കില്ലും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. സ്കില്ല് വേറെയാണ്, റാങ്ക് വേറെയാണ്. ആർക്കാണോ ഷോർട്ട് ടേം മെമ്മറി കൂടുതലുള്ളത് അയാൾക്ക് ഒരു പക്ഷെ റാങ്കിങ്ങിന് തന്നെ സാധ്യത ഉണ്ടാവും. അത് അയാളെ അറിവിനെയോ അയാളെ കഴിവിനെയോ സൂചിപ്പിക്കുന്നില്ല എന്നത് സത്യമാണ് എന്നുള്ള ഇവിടെ ഇരിക്കുന്ന സൈക്കോളജിയൊക്കെ മനസ്സിലാക്കിയ ലൈഫ് സ്കിൽ എടുക്കുന്ന എല്ലാ അധ്യാപകർക്കും അറിയാം. എന്നിട്ടും നമ്മൾ തന്നെയാണ് കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് റാങ്ക് എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നൊക്കെ. അപ്പൊ അവിടെ ഒരു പ്രായോഗിക പ്രശ്നമില്ലേ? ശരിക്കും നമുക്ക് അതിനെ വേറെ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ തവണ വാങ്ങിയതിനേക്കാൾ
ഒരു 10% കൂടുതൽ ഇത്തവണ വാങ്ങുക. ഇത്തവണ വാങ്ങിയതിനേക്കാൾ 10% കൂടുതൽ അടുത്ത തവണ വാങ്ങുക. അപ്പൊ ആ കുട്ടിയുടെ നോളജ് വർദ്ധിക്കും. ഇതൊരു ഭയങ്കര പ്രഷറിങ് ആണ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മെന്റാലിറ്റി ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ പകരമായിട്ട് ഇങ്ങനെയൊക്കെ ആലോചിക്കാം. നമ്മള് സ്കൂളിൽ കോളേജിലൊക്കെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നതിന് പകരം കഴിഞ്ഞ തവണത്തെ മാർക്കിൽ നിന്ന് വളർച്ച ഉണ്ടായ അല്ലെങ്കിൽ 10% ഉഷാറായ എല്ലാവർക്കും ഇങ്ങനെ മാർക്ക്, 90% മുകളിൽ കിട്ടിയ എല്ലാവർക്കും പ്രത്യേക ഒരു അനുമോദനം, 95% കിട്ടിയ ആൾക്ക് വേറെ അനുമോദനം, ശതമാനം ബേസ്ഡ് ആക്കിയിട്ട് കൊടുക്കുക. മറ്റേത് ആപേക്ഷികമാണ്. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ 97% കിട്ടിയ കുട്ടി ഉണ്ടാവും, അയാൾ 2ാം റാങ്ക് ആയിരിക്കാം. മറ്റേ ക്ലാസ്സിൽ 87% കിട്ടിയ കുട്ടി 1ാം റാങ്ക് ആയിരിക്കാം. അല്ലെ? ശരിക്കും അതൊരു ഇൻബാലൻസിങ് വരുന്നുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ഈ പെർസെന്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെയും പ്രഷറിങ് ഉണ്ട്. അങ്ങനൊന്നും നമ്മൾ അങ്ങനെ പ്രഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്കിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യത്തിൽ മാറ്റാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നുവെച്ചാല് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഒന്നും ചെയ്യാത്ത അവന്റെ ഈ വിജ്ഞാനത്തെയും എക്സ്പീരിയൻസിനെയൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് മാറ്റാനൊക്കെ ഉള്ള ആലോചനകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വരും. നമ്മളെ ലക്ഷ്യം അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഹോം സയൻസിലൊക്കെ എന്ത് കാണാതെ പഠിക്കാനാണ് 3, 4 കാര്യങ്ങൾ 5 കാര്യങ്ങളൊക്കെ പറയും. ഇൻഫർമേഷൻസ് ഇങ്ങനെ കുത്തിവെക്കാനും സൈക്കോളജി പോയിന്റ് പറയാനോ ഡെഫിനേഷൻസ് പറയാനോ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനല്ലോ. അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. പിന്നെ നമ്മുടെ അപ്രോച്ചുകൾ ഉണ്ട്. സാധാരണ പറയാനുള്ള 4 തരത്തിലുള്ള ബിഹേവിയറൽ അപ്രോച്ചുകൾ ഉണ്ട് എന്നുള്ളല്ലേ സൈക്കോളജി അറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ചില ആളുകൾ അസർട്ടീവ് ബിഹേവിയർ ഉണ്ട്, ഒപ്രസീവ് ബിഹേവിയർ, പിന്നെ പാസീവ് ബിഹേവിയർ, അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഐ ആം ഓക്കെ, യു ഓക്കെ, നീ എന്താണോ നിന്റെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു, നിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നു. ഓരോ കുട്ടിക്കും വ്യക്തിത്വം ഉണ്ട് അല്ലെ? ഓരോ കുട്ടിയെയും വ്യക്തിയായിട്ട് കാണാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അങ്ങനെ ഇല്ല എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഞാനിപ്പോ ഒന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഇതേ പ്രായത്തിലുള്ള ഡിഗ്രി 3rd ഇയറുള്ള കുട്ടികളോട് ഇങ്ങനെ ചെറിയ സംസാരിച്ചു. അപ്പൊ അതിൽ 2-3 കുട്ടികൾ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്: അവര് ക്ലാസ്സിൽ അധ്യാപകര് നോക്കുന്നത് പഠിക്കാത്ത കുട്ടികളോടുള്ള നോട്ടവും പഠിക്കുന്ന കുട്ടികളോടുള്ള നോട്ടവും രണ്ടും രണ്ടാണെന്നാണ്. അവരെ നോക്കൽ വരെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന അർത്ഥത്തിലുള്ള നോട്ടവും മറ്റുള്ളവരുടെ എന്തിനാണ് വരുന്നത് എന്ന അർത്ഥത്തിലുള്ള നോട്ടമാണെന്നുള്ളത് അല്ലെ? അതുപോലെ കുട്ടികൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സമീപനം ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് അയാള് കരുതി കൂട്ടിയാണ് ചെയ്യുന്നതല്ല. ഇവരുടെ റെസ്പോൺസ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയി മാറുന്നതാണ്, സ്വാഭാവികമാണ്. ഓക്കെ, അപ്പൊ ഇത്തരം പല പ്രശ്നങ്ങളും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ എങ്ങനെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും എന്നതാണ് വെൽഫെയർ കോർഡിനേറ്റേഴ്സിന്റെയും വെൽഫെയർ ബോർഡിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ചുമതല. ഹാപ്പി ക്യാമ്പസ് ആക്കി മാറ്റാം. അതിനെ നമ്മുടെ ക്യാമ്പസുകൾ എന്തൊക്കെ നടത്താൻ പറ്റും തുടങ്ങിയ പദ്ധതികളാണ് അവര് ആലോചിക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ, ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, സ്കിൽ ടെസ്റ്റ് നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം. അങ്ങനെ കുട്ടികളെ സ്കിൽ ടെസ്റ്റ് കൊണ്ടുവരാനും മെന്ററിംഗ് സംവിധാനം ശക്തിപ്പെടുത്തണം. പിന്നെ ഹാപ്പി ക്യാമ്പസ് കൊണ്ടുവരാനുള്ള പദ്ധതികൾ നമ്മളെ ക്യാമ്പസുകളിൽ നിന്ന് ആരായണം. എന്നിട്ട് ഈ അത്തരം ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള നോളജ് ഓറിയന്റഡ് ആയ പ്രാക്ടീസ് ഓറിയന്റഡ് ആയ ഒരു സിസ്റ്റമാണ് നമ്മുടെ എഡ്യൂക്കേഷനിലേക്ക്, പ്രത്യേകിച്ച് ലൈഫ് സ്കില്ല്, ഹോം സയൻസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരേണ്ടത് എന്ന് നിർദ്ദേശം വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിലിപ്പോ നിങ്ങൾ എല്ലാവരും സൈക്കോളജി ഒക്കെ അറിയുന്നതുകൊണ്ട് കൂടുതൽ പറയാൻ എനിക്കൊരു ഇതുണ്ട്, ആശങ്കയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഈ മേഖലകളിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടോ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടോ സ്കിൽ ഓറിയന്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു ആശങ്കകൾ നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയാം. എന്റെ അനുഭവത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചില ആശയങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ പറയും. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇനി നടക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.